വെൽക്കം ബാക്ക് ടു ദ കെമിസ്ട്രി ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വാട്ടർ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ്. വെള്ളത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയകളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, വാട്ടർ ട്രീറ്റ്മെൻറ്റ്സിന് പ്രധാനമായിട്ടും 5 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നാമത്തത് സ്ക്രീനിങ്, രണ്ടാമത്തത് സെഡിമെൻറ്റേഷൻ, മൂന്നാമത്തത് കൊയാഗുലേഷൻ, നാലാമത്തത് ഫിൽട്രേഷൻ, അഞ്ചാമത്തത് സ്റ്റെറിലൈസേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. സ്റ്റെറിലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡിസ്ട്രോയിങ് ഡിസീസ് കോസിങ് ബാക്ടീരിയ മൈക്രോ ഓർഗാനിസം ഫ്രം ദ വാട്ടർ. വെള്ളത്തിനകത്തുള്ള രോഗകാരികളായ ബാക്ടീരിയ, ഫംഗസ് പോലെയുള്ള സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഒരു സ്രോതസ്സിൽ നിന്ന് വെള്ളത്തിന് ആദ്യം എടുത്താൽ അതിന് പ്രാഥമികമായിട്ടുള്ള അരിച്ചുമാറ്റൽ നടത്തും. അതിനെയാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. വലിയ വലുപ്പത്തിലുള്ള ചരല്, ചെളികൾ, വുഡ് പാർട്ടിക്കിൾ, ലീവ്സ്, ഇലയുടെ ഭാഗങ്ങൾ അതൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോസസ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെഡിമെൻറ്റേഷനാണ്. 6 മുതൽ 12 മണിക്കൂർ വരെ ഒരു വലിയ ടാങ്കിനകത്ത് വെള്ളത്തിനെ അടിയാൻ വേണ്ടി വെക്കുന്നു, ഊറാൻ വേണ്ടി വെക്കുന്നു. അതിലൂടെ വെള്ളത്തിൽ ഓടി നടക്കുന്ന ചളിയുടെ പാർട്ടിക്കിളിലെ മെജോറിറ്റി ആളുകളും താഴെ സെറ്റിൽ ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് സെഡിമെൻറ്റേഷനിലും സെറ്റിൽ ചെയ്യാത്ത വളരെ സൂക്ഷ്മ രൂപത്തിലുള്ള ചെളിയുടെ പാർട്ടിക്കിളിനെ താഴെ അടിയിക്കാൻ വേണ്ടി നമ്മളൊരു പ്രത്യേക ഗണത്തിൽപ്പെട്ട കെമിക്കൽസിനെ ആഡ് ചെയ്യുന്നു. കൊയാഗുലൻസ് എന്ന ഗണത്തിൽപ്പെട്ട കെമിക്കൽസിനെ, ആലം, ഫെറിക് ക്ലോറൈഡ്, ഫെറസ് സൾഫേറ്റ് പോലെയുള്ള കെമിക്കൽസിനെ ആഡ് ചെയ്യുന്നു. ഇവർ ആ ചെളിയുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കട്ടിയായിട്ട് താഴെ അടിയിക്കുന്നു. കൊയാഗുലേഷൻ എന്ന് പറയുന്നു ഈ സ്റ്റെപ്പിന്. അടുത്തതാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്, അരിച്ചു മാറ്റുന്നത്. വെള്ളത്തിനകത്തുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ്, ബാക്ടീരിയൽ ഇമ്പ്യൂരിറ്റീസിനൊക്കെ റിമൂവ് ചെയ്ത് വെള്ളത്തിനെ പൂർണ്ണമായും ക്ലിയർ ആക്കുന്നത് ഫിൽട്രേഷനിലൂടെയാണ്. ഫിൽട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം പൂർണ്ണമായും ക്ലിയറാണ്. കുടിക്കാൻ പറ്റുന്ന കുടിവെള്ളത്തിൻ്റെ അതേ രീതിയിൽ ക്ലിയർ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം മാത്രം സംശയം, ഈ വെള്ളം നമ്മൾ തുറസായ സ്ഥലത്ത് നിന്ന് ഒരു വലിയ സ്രോതസ്സിൽ നിന്നൊക്കെ എടുത്തതാണ്. അതിനകത്ത് രോഗകാരികളായിട്ടുള്ള അണുക്കളോ ബാക്ടീരിയകളൊക്കെ ഉണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. അങ്ങനെയാണെങ്കിൽ അവരെ നശിപ്പിക്കുന്ന ആ പ്രോസസ്സാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. വെള്ളത്തിനകത്തുള്ള രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയ, ഫംഗസ് പോലെയുള്ള സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്ന പ്രോസസ്സാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ദർ ആർ മെനി മെത്തേഡ്സ് ഫോർ സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷന് ഒരുപാട് മെത്തേഡുകളുണ്ട്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് 4 മെത്തേഡുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ക്ലോറിനേഷൻ, സെക്കൻഡ് യൂസിങ് ബ്ലീച്ചിങ് പൗഡർ, തേർഡ് പാസിങ് ഓസോൺ ഗ്യാസ്, ഫോർത്ത് പാസിങ് അൾട്രാവയലറ്റ് റേഡിയേഷൻ. ഒന്നാമത്തത് ക്ലോറിൻ ഉപയോഗിച്ച് അണുക്കളെ നശിപ്പിക്കുക. രണ്ടാമത്തത് നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്തിട്ട് അണുക്കളെ നശിപ്പിക്കുക. മൂന്നാമത്തത് ഓസോൺ ഗ്യാസിനെ വെള്ളത്തിലേക്ക് പാസ് ചെയ്തിട്ട് അണുക്കളെ നശിപ്പിക്കാം. നാലാമത്തത് അൾട്രാവയലറ്റ് റേഡിയേഷനെ പാസ് ചെയ്തിട്ടും അണുക്കളെ നശിപ്പിക്കാം. നമുക്ക് നോക്കാം ഓരോ സ്റ്റെപ്പിലും എന്താണ് ചെയ്യുന്നത്, എന്താണ് അവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ എന്ന് നോക്കാം. ഒന്നാമത്തതാണ് ക്ലോറിനേഷൻ. നമ്മുടെ വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ വാട്ടർ സപ്ലൈയിങ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ സപ്ലൈയിങ്ങിലൊക്കെ ഉള്ള കേരള വാട്ടർ അതോറിറ്റിയുടെ അണ്ടറിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. സ്രോതസ്സിൽ നിന്ന് എടുത്തിട്ടുള്ള വെള്ളത്തിന് 4 സ്റ്റെപ്പുകളിലൂടെ ക്ലിയറാക്കി ഫിൽട്രേഷന് ശേഷം വിതരണത്തിന് മുമ്പ് അണുവിമുക്തമാക്കാൻ വേണ്ടി ക്ലോറിൻ ആഡ് ചെയ്യാറുണ്ട്, ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ മുനിസിപ്പൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ വാട്ടർ സപ്ലൈയുടെ രീതിയിൽ ഈ 2 പ്രോസസ്സുകളാണ് ചെയ്യാറുള്ളത്. അതിൽ ക്ലോറിനേഷൻ എന്താണെന്ന് നോക്കാം. പാസ് ക്ലോറിൻ ഗ്യാസ് ടു ദ വാട്ടർ. ഹിയർ hypochlorous acid is produced, which on dissociation nascent oxygen is formed. Nascent oxygen kills the microorganism. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് ഇതാണ്. നമ്മളുടെ ഫിൽട്രേഷൻ കഴിഞ്ഞിരിക്കുന്ന ക്ലിയർ ആയിരിക്കുന്ന വെള്ളത്തിലേക്ക് ക്ലോറിൻ ഗ്യാസിന് വെള്ളത്തിലേക്ക് പാസ് ചെയ്യിക്കാം. അപ്പോൾ നമ്മൾ സിലിണ്ടറിനകത്ത് ഓക്സിജൻ സിലിണ്ടറിൽ കൊണ്ടുവരുന്നത് പോലെ ക്ലോറിൻ്റെ ഗ്യാസിനെ സിലിണ്ടറിനകത്ത് അല്ലെങ്കിൽ ടാങ്കിനകത്ത് നിന്ന് ഈ വെള്ളത്തിലേക്ക് പാസ് ചെയ്യിക്കുന്നു. ക്ലോറിൻ നേരെ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോമ്പൗണ്ടാണ് ഹൈപ്പോക്ലോറസ് ആസിഡ്, HOCl എന്ന് പറയും. ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാവും.
ഹൈപ്പോക്ലോറസ് ആസിഡിൻ്റെ പ്രത്യേകത കണ്ടാൽ തന്നെ അറിയാം അത് സ്റ്റേബിളായൊരു കോമ്പൗണ്ട് അല്ല. സ്ഥിരമായിട്ട് ആ മോളിക്കുലാർ ഫോമിൽ അതിന് നിൽക്കാൻ സാധിക്കില്ല. അത് അടുത്ത തവണ തന്നെ എന്ത് ചെയ്യുന്നു, ഡിസോസിയേറ്റ് ചെയ്യും. അത് മുറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഹൈഡ്രോക്ലോറിക് ആസിഡും ഓക്സിജൻ നെയ്സൻ്റ് ഓക്സിജനുമായിട്ട് മാറുന്നു. ഹൈപ്പോക്ലോറസ് ആസിഡ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ HOCl, HClഉം ഓക്സിജനുമായിട്ട് മാറുന്നു. നെയ്സൻ്റ് ഓക്സിജൻ എന്ന് പറയുന്നത് അറ്റോമിക് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഓക്സിജനെ പറയുന്ന പേരാണ് നെയ്സൻ്റ് ഓക്സിജൻ എന്ന് പറയും. നമുക്കറിയാം ഓക്സിജൻ എപ്പോഴും ഡയാറ്റോമിക് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്സിജൻ്റെ തന്മാത്ര നിലനിൽക്കുന്നത് 2 ഓക്സിജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് നിൽക്കുന്നത്. ഓക്സിജൻ അറ്റോമിക് സ്റ്റേറ്റിൽ നിലനിൽക്കാൻ സാധിക്കില്ല, സ്ഥിരതയില്ലാത്തൊരു രൂപമാണ് അത്. അതുകൊണ്ട് ഓക്സിജൻ്റെ ആ അറ്റോമിക് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഓക്സിജൻ്റെ ആ രീതിക്ക് പറഞ്ഞ പേരാണ് നെയ്സൻ്റ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഈ നെയ്സൻ്റ് ഓക്സിജന് സ്ഥിരതയില്ല. അതിന് ആരെങ്കിലും കൂടെ കിട്ടണം, അല്ലെങ്കിൽ ആരുമായിട്ടെങ്കിലും കമ്പൈൻ ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരു ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്നാൽ അതിന് സ്ഥിരത കിട്ടുകയുള്ളൂ. ഈ വെള്ളത്തിൽ രൂപം കൊള്ളുന്ന നെയ്സൻ്റ് ഓക്സിജൻ ആ വെള്ളത്തിനകത്ത് അതിൻ്റെ തൊട്ടടുത്ത് ഏതെങ്കിലും സൂക്ഷ്മജീവി ഉണ്ടെങ്കിൽ ആ സൂക്ഷ്മജീവിയുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ആ ജീവിയെ കൊന്നുകളയുന്നു. നമ്മൾ വെള്ളത്തിലേക്ക് ക്ലോറിൻ പാസ് ചെയ്തു. ക്ലോറിൻ ആ വെള്ളത്തിനകത്ത് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാകുന്നു. ഹൈപ്പോക്ലോറസ് ആസിഡിന് സ്ഥിരതയില്ലാത്തതുകൊണ്ട് അത് മുറിഞ്ഞിട്ട് നേരെ ഹൈഡ്രോക്ലോറിക് ആസിഡും നെയ്സൻ്റ് ഓക്സിജനുമായിട്ട് മാറുന്നു. ഈ നെയ്സൻ്റ് ഓക്സിജൻ വെള്ളത്തിനകത്ത് രൂപം കൊള്ളുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് ഏതെങ്കിലും അണുക്കളുണ്ടെങ്കിൽ, ബാക്ടീരിയ, ഫംഗസ് പോലെയുള്ള, നമുക്കറിയാം ഈ അണുക്കളെല്ലാം ഏകകോശ ജീവികളോ അല്ലെങ്കിൽ കുറഞ്ഞ കോശങ്ങളുള്ള ജീവികളാവും. ഈ ജീവികളുമായിട്ട് ഓക്സിജൻ റിയാക്ട് ചെയ്യുന്നു, ആ ജീവികളെ കൊന്നുകളയുന്നു. ഇതാണ് ഇവിടെ കെമിക്കൽ റിയാക്ഷനിലൂടെ കാണിച്ചിട്ടുള്ളത്. Cl2+H2O ഗീവ്സ് HOCl + H2O. ക്ലോറിനും വെള്ളവും റിയാക്ട് ചെയ്യുന്നു, ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാകുന്നു. HOCl ഗീവ്സ് HCl + ഓക്സിജൻ. ഹൈപ്പോക്ലോറസ് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുന്നു, മുറിയുന്നു, വിഘടിക്കുന്നു, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാകുന്നു, കൂടെ നെയ്സൻ്റ് ഓക്സിജൻ ഉണ്ടാകും. നെയ്സൻ്റ് ഓക്സിജൻ പ്ലസ് ജേംസ് ഗീവ്സ് ജേംസ് കിൽഡ്. ഈ നെയ്സൻ്റ് ഓക്സിജന് ജേംസ് എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസങ്ങളാണ്. അണുക്കളെയാണ് ജേംസ് എന്ന് ഉദ്ദേശിച്ചത്. അവരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അവരെ കൊന്നുകളയുന്നു. ഇതാണ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നടത്തുന്നൊരു പ്രോസസ്സാണ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ക്ലോറിനേഷനിൽ ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എക്സസ് എമൗണ്ട് ക്ലോറിനാണ് നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് നോക്കുക. നമ്മൾ കൊടുക്കേണ്ടതിനേക്കാൾ കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറിൻ്റെ ആ പഞ്ചൻ്റ് സ്മെല്ല് വെള്ളത്തിനകത്തുണ്ടാവും. അതുപോലെ തന്നെ ക്ലോറിൻ്റെ ബാഡ് ടേസ്റ്റ് അതിനകത്തുണ്ടാവും. ക്ലോറിനേഷന് മറ്റൊരു പ്രോബ്ലം, ക്ലോറിൻ വാതകത്തിന് വാതക രൂപത്തിൽ സ്റ്റോർ ചെയ്യണം, അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ നടത്തിക്കണം, ഹാൻഡ്ലിങ് നടത്തണം. ഇതൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഈ പ്രോസസ്സ് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ മെത്തേഡുകൾ. യൂസിങ് ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത് എങ്ങനെയാണ്? ഇവിടെ നമുക്കറിയാം, നമുക്ക് സുപരിചിതമായിട്ടുള്ളൊരു മെത്തേഡാണ് ബ്ലീച്ചിങ് പൗഡർ. നമ്മളുടെ പഞ്ചായത്തിലൊക്കെയുള്ള ജലനിധി പദ്ധതിയിൽ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വാട്ടർ സപ്ലൈയിൽ, കോർപ്പറേഷൻ വാട്ടർ സപ്ലൈയിൽ എല്ലാം ഏറ്റവും കൂടുതൽ സ്റ്റെറിലൈസറായിട്ട് ഉപയോഗിക്കുന്നത് ബ്ലീച്ചിങ് പൗഡർ ആയിരിക്കും. താരതമ്യേന ചിലവ് കുറവുള്ളത്. ബ്ലീച്ചിങ് പൗഡറിൻ്റെ രാസപ്രവർത്തനം കൃത്യമായിട്ട് പറഞ്ഞാൽ ക്ലോറിൻ്റെ രാസപ്രവർത്തനം തന്നെയാണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ രാസപ്രവർത്തനം. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ക്ലോറിൻ ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ബ്ലീച്ചിങ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ബ്ലീച്ചിങ് പൗഡർ ആദ്യം ക്ലോറിനെ തരും. ക്ലോറിനെ തന്നു കഴിഞ്ഞാൽ ക്ലോറിനേഷനിൽ ക്ലോറിൻ്റെ രാസപ്രവർത്തനം എന്താണോ അത് തന്നെയാണ് ബാക്കി റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടെ അതിനോടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലീച്ചിങ് പൗഡർ രൂപത്തിലാണ്. അതിൻ്റെ ട്രാൻസ്പോർട്ടേഷന്, ഹാൻഡ്ലിങ്, സ്റ്റോറേജ് വളരെ ഈസിയാണ്. നമുക്ക് കുറഞ്ഞ എമൗണ്ട് ആയിട്ട് രീതിയിട്ടും അതിൽ നിന്ന് എടുക്കാം. ക്ലോറിൻ്റെ ആകുമ്പോൾ അതിനൊരു വലിയൊരു സിലിണ്ടറിനകത്ത് ക്ലോറിൻ ഗ്യാസായിട്ട് കൊണ്ടു കിടക്കേണ്ടി വരും. എന്നാൽ ബ്ലീച്ചിങ് പൗഡറിൻ്റെ കാര്യത്തിൽ അങ്ങനെയില്ല. അത് പൗഡർ രൂപത്തിലാണ്. നമുക്ക് ആവശ്യാനുസരണം എത്രയാണ് വേണ്ടത് ആ രീതിയിൽ എടുക്കാം. ഹാൻഡ്ലിംഗ് ഒക്കെ ഈസിയാണ്. പിന്നെ ക്ലോറിനേഷനിൽ പറഞ്ഞ അതേ പ്രോബ്ലം ഇവിടെയും ഉണ്ട്. എക്സസ് എമൗണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോറിൻ്റെ പഞ്ചൻ്റ് സ്മെല്ലുണ്ടാകും, അതേപോലെ തന്നെ അതിൻ്റെ ബാഡ് ടേസ്റ്റും ഉണ്ടാകും. സാധാരണ ഇതിൽ നമുക്കൊക്കെ മുനിസിപ്പൽ വാട്ടർ സപ്ലൈയിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാവുന്ന ആ ഒരു ഇത്, ബാഡ് ടേസ്റ്റും ബാഡ് സ്മെല്ലും ഈ എക്സസ് എമൗണ്ട് വന്നാൽ ഉണ്ടാവും. നമുക്ക് നോക്കാം ബ്ലീച്ചിങ് പൗഡറിൽ എങ്ങനെയാണ് രാസപ്രവർത്തനം. മിക്സ് 1 കിലോഗ്രാം ബ്ലീച്ചിങ് പൗഡർ
with 1000 kiloliter of water. Here bleaching powder gives chlorine gas. Chlorine react with water, hypochlorous acid is produced, which on dissociation nascent oxygen is formed. Nascent oxygen kills the microorganism. നമ്മൾ 1000 കിലോലിറ്റർ വെള്ളത്തിലേക്ക് 1 കിലോഗ്രാം ബ്ലീച്ചിങ് പൗഡർ എന്ന രീതിയിൽ ബ്ലീച്ചിങ് പൗഡറിന് എടുക്കണം. അപ്പോൾ നമ്മൾ ശുദ്ധീകരിക്കാൻ പോകുന്ന വെള്ളത്തിൻ്റെ ലിറ്ററിൽ 1000 കിലോലിറ്റർ വെള്ളത്തിന് 1 കിലോഗ്രാം എന്ന രീതിയിൽ ബ്ലീച്ചിങ് പൗഡറിന് എടുക്കണം. എന്നിട്ട് ബ്ലീച്ചിങ് പൗഡർ വെള്ളത്തിലേക്ക് കലർത്തണം. ബ്ലീച്ചിങ് പൗഡർ വെള്ളത്തിലെത്തിക്കഴിഞ്ഞാൽ ബ്ലീച്ചിങ് പൗഡറിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ CaOCl2 എന്നാണ്. അത് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറിൻ ഉണ്ടാകും. ഒന്നാമത്തെ സ്റ്റെപ്പിൽ കാണാം CaOCl2 plus H2O gives CaOH2 plus Cl2. കാൽസ്യം ഹൈഡ്രോക്സൈഡും ഉണ്ടാകുന്നുണ്ട്, ക്ലോറിനും ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് പിന്നെ ക്ലോറിൻ്റെ രാസപ്രവർത്തനം. അത് നമ്മൾ ക്ലോറിനേഷനിൽ പഠിച്ച അതേ സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ്. ക്ലോറിൻ Cl2 plus H2O, ക്ലോറിൻ വെള്ളവുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്യുന്നു, HOCl H2O ഉണ്ടാകുന്നു, ഹൈപ്പോക്ലോറസ് ആസിഡും വാട്ടറും ഉണ്ടാകുന്നു. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് HOCl gives HCl പ്ലസ് നെയ്സൻ്റ് ഓക്സിജൻ. HOCl വിഘടിക്കുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ടാകുന്നു, നെയ്സൻ്റ് ഓക്സിജൻ ഉണ്ടാകുന്നു. ഈ നെയ്സൻ്റ് ഓക്സിജൻ അതിൻ്റെ തൊട്ടടുത്ത് ഏതെങ്കിലും മൈക്രോ ഓർഗാനിസങ്ങൾ, ജേംസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസങ്ങൾ ഉണ്ടെങ്കിൽ അവയുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അവയെ കൊന്നുകളയുന്നു. ഇതാണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രളയമൊക്കെ കഴിഞ്ഞ ഉടനെ നമ്മളുടെ നാട്ടിലും നമ്മളുടെ കിണറുകളിലൊക്കെ നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ നടത്തിയിട്ടുണ്ട്. ബ്ലീച്ചിങ് പൗഡർ കൊണ്ടുവന്നിട്ട് നമ്മൾ കിണറിലേക്ക് നമുക്ക് ഉദ്ദേശം ഇത്രയ്ക്ക് വെള്ളം ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഒരു ബക്കറ്റിൽ ബ്ലീച്ചിങ് പൗഡർ കലർത്തുന്നു. കലർത്തി കഴിഞ്ഞാൽ നമുക്കറിയാം ഇതേ രാസപ്രവർത്തനത്തിൻ്റെ ഫോളോ അപ്പ് നമ്മൾ നടത്തുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ബക്കറ്റിൽ കലർത്തി കഴിഞ്ഞാൽ ബ്ലീച്ചിങ് പൗഡർ കലർത്തി കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ അല്പനേരം അടിയാൻ വേണ്ടി വെക്കും. എന്നിട്ട് മുകളിലുള്ള ആ വെള്ളത്തിന് മാത്രമാണ് എടുക്കുന്നത്. താഴെയുള്ള പൗഡറിനെ നമ്മൾ കിണറ്റിലേക്ക് ആഡ് ചെയ്യുന്നില്ല. കാരണം താഴെയുള്ള പൗഡർ കാൽസ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഉണ്ടാവുക. അതിനെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് വെള്ളത്തിനകത്ത് കലർന്നിരിക്കുന്ന ക്ലോറിനെ കൊണ്ടാണ് നമുക്ക് അണുകളെ നശിപ്പിക്കുന്നത്. നമ്മൾ ആ മുകളിലുള്ള തെളിഞ്ഞ വെള്ളത്തിനെടുക്കുന്ന ആ വെള്ളത്തിന് കിണറ്റിലേക്ക് ബക്കറ്റിൽ ഒഴിക്കുന്നു. എന്നിട്ട് കിണറ്റിലെ വെള്ളം നന്നായിട്ട് ഇളക്കുന്നു. ഇതാണ് സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യുന്നത്. സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞത് തന്നെയാണ് ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്യുന്ന രീതി എന്ന്. അപ്പോൾ വെള്ളത്തിൽ 1000 കിലോലിറ്റർ വെള്ളത്തിലേക്ക് 1 കിലോഗ്രാം എന്ന രീതിയിൽ ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്യുക. ബ്ലീച്ചിങ് പൗഡർ അവിടെ എത്തിക്കഴിഞ്ഞാൽ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ക്ലോറിനെ തരും. ഈ ക്ലോറിന് വെള്ളവുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്യുന്നു, ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാവും. ഹൈപ്പോക്ലോറസ് ആസിഡ് സ്ഥിരതയില്ലാത്ത ആളാണ്, വിഘടിക്കുന്നു, നെയ്സൻ്റ് ഓക്സിജൻ ഉണ്ടാകുന്നു. ഈ നെയ്സൻ്റ് ഓക്സിജൻ അതിൻ്റെ തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിൽ അതുമായി റിയാക്ട് ചെയ്യുന്നു, അതിനെ കൊന്നു കളയുന്നു. ഇതാണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മൂന്നാമത്തെ മെത്തേഡാണ് നമുക്ക് നോക്കാനുള്ളത്, പാസിങ് ഓസോൺ ഗ്യാസ്. ഓസോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓക്സിജൻ്റെ ഒരു രൂപമാണ്. ഓക്സിജൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അറ്റോമിക് ഓക്സിജൻ അല്ലെങ്കിൽ നെയ്സൻ്റ് ഓക്സിജൻ എന്ന് പറയുന്നത്. 2 ഓക്സിജൻ കൂടി നിൽക്കുന്നതാണ് ഡയാറ്റോമിക് ഓക്സിജൻ അല്ലെങ്കിൽ ഓക്സിജൻ്റെ മോളിക്യൂൾ എന്ന് പറയുന്നത്. 3 ഓക്സിജൻ കൂടി നിൽക്കുന്ന അവസ്ഥയാണ് ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ നമുക്കറിയാം സ്ഥിരതയില്ലാത്തൊരു കോമ്പൗണ്ടാണ്. ഓസോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്നൊരു കോമ്പൗണ്ടാണ്. 3 ഓക്സിജൻ നിൽക്കുന്നതാണ്. അതിൻ്റെ സ്ട്രക്ചർ അടിസ്ഥാനത്തിൽ നോക്കിയാൽ നമുക്കറിയാം ഓസോൺ ഒരിക്കലും സ്ഥിരതയുള്ള കോമ്പൗണ്ടല്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും മെഷീനറീസിൻ്റെ സഹായത്തോടെ നമ്മൾ ഓസോൺ വാതകത്തിനെ ഉണ്ടാക്കുന്നു. ആ ഉണ്ടാക്കിയ വാതകത്തിനെ വെള്ളത്തിലേക്ക് പാസ് ചെയ്യും. വെള്ളത്തിലേക്ക് പാസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഓസോൺ സ്ഥിരതയില്ലാത്ത കോമ്പൗണ്ടാണ്. അത് മുറിയുന്നു. 2 ഓക്സിജൻ്റെ തന്മാത്രയായിട്ട് മാറുന്നു. 3ാമത്തെ ഓക്സിജൻ നെയ്സൻ്റ് ഓക്സിജനായിട്ട് മാറും. അപ്പോൾ വെള്ളത്തിലേക്ക് ഓസോൺ എന്ന് പറയുന്ന O3 ഗ്യാസിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിരതയില്ലാത്ത കോമ്പൗണ്ട് ആയതുകൊണ്ട് വെള്ളത്തിലെത്തുമ്പോൾ അതിലെ 2 ഓക്സിജൻ കൂടി ചേർന്നിട്ടുള്ള ഓക്സിജൻ്റെ തന്മാത്രയായിട്ട് മാറുന്നു. ഒരു ഓക്സിജനിലെ നെയ്സൻ്റ് ഓക്സിജൻ രൂപം കൊള്ളുന്നു. ഇൻസ്റ്റൻറ്റ് ടൈമിൽ ആ വെള്ളത്തിനകത്ത് നെയ്സൻ്റ് ഓക്സിജൻ്റെ ചുറ്റുവട്ടത്ത് ഏതെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിൽ അതുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അതിനെ കൊന്നുകളയുന്നു. ഇതാണ് ഓസോൺ ഗ്യാസിൻ്റെ രാസപ്രവർത്തനം. പാസ് ഓസോൺ ഗ്യാസ് O3 ടു ദ വാട്ടർ. ഓസോൺ ഓൺ ഡിസോസിയേഷൻ നെയ്സൻ്റ് ഓക്സിജൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇറ്റ് കിൽസ് ദ മൈക്രോ ഓർഗാനിസം. വെള്ളത്തിലേക്ക് ഓസോൺ ഗ്യാസിനെ പാസ് ചെയ്യിക്കുക.
ഓസോൺ ഗ്യാസ് സ്ഥിരതയില്ലാത്ത സ്റ്റെബിലിറ്റി ഇല്ലാത്ത കോമ്പൗണ്ട് ആയതുകൊണ്ട് വെള്ളത്തിനകത്തെത്തുമ്പോൾ അത് വിഘടിക്കുന്നു. ഓക്സിജൻ്റെ തന്മാത്രയും നെയ്സൻ്റ് ഓക്സിജനും ഉണ്ടാകുന്നു. ഈ നെയ്സൻ്റ് ഓക്സിജൻ വെള്ളത്തിനകത്തുള്ള മൈക്രോ ഓർഗാനിസങ്ങളുമായിട്ട് സൂക്ഷ്മജീവികളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അതിനെ കൊന്നുകളയുന്നു. ഇതാണ് ഓസോൺ ഗ്യാസിന്. ഇവിടെയുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓസോൺ ഗ്യാസ് O3 ആണ്, ഓക്സിജനാണ്. അത് എക്സസ് എമൗണ്ട് വെള്ളത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ട് ഒരു പ്രശ്നവും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. വെള്ളത്തിന് ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവില്ല, മണത്തിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. എക്സസ് എമൗണ്ട് ആയിട്ട് വന്നത് ഓക്സിജൻ്റെ തന്മാത്രയായിട്ട് വാതകമായിട്ട് പോകുന്നു. നൈസൻ്റ് ഓക്സിജൻ ഈ സൂക്ഷ്മജീവിനെ കൊന്നു കളയുന്നു. വീണ്ടുള്ള ആൾ 2 നൈസൻ്റ് ഓക്സിജനും കൂടി ചേർന്ന് ഓക്സിജൻ്റെ തന്മാത്രയായിട്ട് വെള്ളത്തിൽ നിന്ന് വാതക രൂപത്തിൽ രക്ഷപ്പെടുന്നു. എക്സസ് എമൗണ്ട് നമുക്ക് പ്രശ്നമില്ല. കുഴപ്പമൊന്നേ ഉള്ളൂ, ഇതിൻ്റെ പ്രോസസ്സിങ് ടെക്നിക്സിന് നേരത്തെ പറഞ്ഞതിനേക്കാൾ കോസ്റ്റ് കൂടുതലാണ്. അടുത്ത 4ാമത്തെ മെത്തേഡാണ് പാസിങ് UV റേഡിയേഷൻ. അൾട്രാ വയലറ്റ് റേഡിയേഷനെ പാസ് ചെയ്യിക്കുക. പാസ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ ടു ദ വാട്ടർ. ദ ഹൈ എനർജി റേഡിയേഷൻ കിൽസ് ദ മൈക്രോ ഓർഗാനിസം. അൾട്രാ വയലറ്റ് റേഡിയേഷൻ വെള്ളത്തിൽ കൂടെ പാസ് ചെയ്യിച്ചാൽ മതി. പാസ് ചെയ്യിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അൾട്രാ വയലറ്റ് റേഡിയേഷൻ വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ നിന്ന് നമ്മളുടെ പ്രകാശത്തിനേക്കാൾ ഊർജം കൂടിയ ആളാണ്. അൾട്രാ വയലറ്റ് റേഡിയേഷൻ നമ്മളുടെ ശരീരത്തിൽ തന്നെ എമൗണ്ട് കൂടുതലായിട്ട് വീണ് കഴിഞ്ഞാൽ നമുക്ക് സൺബേണിങ് ഉണ്ടാവും, പൊള്ളലേൽക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. കാരണം അൾട്രാ വയലറ്റ് റേഡിയേഷന് എനർജി കൂടുതലാണ്. ഈ എനർജി കൂടിയ റേഡിയേഷൻ വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ വെള്ളത്തിൽ സൂക്ഷ്മജീവികൾ ആ വെള്ളത്തിലുണ്ടെങ്കിൽ ആ ജീവികൾക്ക് ഈ അൾട്രാ വയലറ്റിൻ്റെ റേഡിയേഷൻ്റെ ആ എനർജിയെ താങ്ങാൻ കഴിയില്ല. ആ എനർജിയിൽ ഈ ജീവികൾ കൊല്ലപ്പെടും. ഇതാണ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ. ഇവിടെയും ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സസ് എമൗണ്ട് അൾട്രാ വയലറ്റ് റേഡിയേഷൻ അയച്ചതുകൊണ്ട് വെള്ളത്തിനകത്തൊരു കുഴപ്പമുണ്ടാവില്ല. ടേസ്റ്റിലോ അല്ലെങ്കിൽ മണത്തിലോ നിറത്തിലോ ഗുണത്തിലോ ഒന്നും ഒരു വ്യത്യാസം വരില്ല. പ്രശ്നം ഒന്നേ ഉള്ളൂ, അൾട്രാ വയലറ്റ് റേഡിയേഷന് നമ്മൾക്ക് കൊടുക്കാനുള്ള ആ സംവിധാനത്തിന് നമുക്ക് പൈസയാവും. അൾട്രാ വയലറ്റ് റേഡിയേഷൻ നടത്തുന്നത് കോസ്റ്റ് കൂടിയൊരു പ്രോസസ്സാണ്. ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് ഈസ് അഡോപ്റ്റഡ് വെൻ കെമിക്കൽ മെത്തേഡ്സ് ആർ നോട്ട് സ്യൂട്ടബിൾ. കെമിക്കൽ മെത്തേഡ്സ് സ്യൂട്ടബിൾ അല്ലാതാവുന്നിടത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് എക്സ്പെൻസീവാണ്. നമുക്ക് നോക്കാം, നമ്മളുടെ നാട്ടിലൊക്കെ നമുക്ക് കിട്ടുന്ന കുടിവെള്ളങ്ങൾ ബിസ്ലറി ഉണ്ട്, അതുപോലെ തന്നെ കിൻലെയും അക്വാഫിനൊക്കെ ഉണ്ട്. ഇതൊക്കെ പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടറാണ്. നമുക്കറിയാം കുടിവെള്ളം 2 തരത്തിലുണ്ടാവാം. പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് എഴുതിയിട്ടുണ്ടാവും, ചിലത് മിനറൽ വാട്ടർ എന്ന് എഴുതിയിട്ടുണ്ടാവും. പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സ്രോതസ്സിൽ നിന്ന് വെള്ളത്തിനെടുത്ത് പൂർണ്ണമായും നമ്മൾ ഈ പറഞ്ഞ 5 സ്റ്റെപ്പുകളിലൂടെ പൂർണ്ണമായും ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്നു. ഇതാണ് പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ. മിനറൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ച വെള്ളത്തിൽ മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അല്പം മിനറൽസ് ആഡ് ചെയ്തിട്ടുള്ള വെള്ളമാണ് മിനറൽ വാട്ടർ. അപ്പോൾ പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടറിനേക്കാൾ അല്പം വില കൂടുതലായിരിക്കും മിനറൽ വാട്ടറിന്. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ പുറത്ത് ഇപ്പോൾ കിൻലെയുടെയോ അല്ലെങ്കിൽ അക്വഫിനയുടെയൊക്കെ ആ ഡിസ്ക്രിപ്ഷൻ പാനലിൽ നോക്കിയാൽ ഏതൊക്കെ പ്രോസസ്സ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് അവർ എടുത്ത് എഴുതുന്ന 2 പ്രോസസ്സാണ്. ഒന്നാമത്തത് ഓസോണോളിസിസ്, രണ്ടാമത്തത് UV ഇറേഡിയേറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഓസോണോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസിങ് ഓസോൺ ഗ്യാസാണ്. ഓസോൺ ഗ്യാസിനെ പാസ് ചെയ്യുമ്പോൾ നടക്കുന്ന രാസപ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ഓസോണോളിസിസ്. ആ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പ്രോസസ്സ് പറഞ്ഞ് UV ഇറേഡിയേറ്റഡ്, അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഇതിലേക്ക് വീഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 പ്രോസസ്സുകളാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ കുടിവെള്ളം ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പൈസ കൂടുതലായിരിക്കും പ്രോസസ്സിന്. എന്നിരുന്നാലും എക്സസ് എമൗണ്ടിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ വാട്ടർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കുടിവെള്ളം പ്രൊഡക്ഷൻ നടത്തുന്നവരൊക്കെ ചെയ്യുന്ന 2 ടെക്നിക്സാണ് ഓസോണോളിസും അതേപോലെ അൾട്രാ വയലറ്റ് റേഡിയേഷൻ പാസ് ചെയ്യിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റെറിലൈസേഷൻ സ്റ്റെപ്പും കൂടെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വെള്ളം കുടിവെള്ള യോഗ്യമാണ് അല്ലെങ്കിൽ കുടിക്കാൻ യോഗ്യമാണ്. കുടിക്കാൻ യോഗ്യമായ വെള്ളത്തിന് പറയുന്ന പേരാണ് പോർട്ടബിൾ വാട്ടർ. പോർട്ടബിൾ വാട്ടർ, ദ വാട്ടർ വിച്ച് ഈസ് സേഫ് ടു ഡ്രിങ്ക്. കുടിക്കാൻ യോഗ്യമായ അല്ലെങ്കിൽ സുരക്ഷിതമായ വെള്ളത്തിന് പറയുന്ന പേരാണ് പോർട്ടബിൾ വാട്ടർ. ആൻഡ് ഇറ്റ് നീഡ് നോട്ട് ബി പ്യുവർ ലൈക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ. ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ അത്രയ്ക്ക് ശുദ്ധി വേണം എന്ന് നിർബന്ധം ഇല്ല. ഓർക്കുക, കുടിവെള്ളം എന്ന് പറയുന്നത് 100% വാട്ടർ അല്ല. കുടിവെള്ളം എന്ന് അതിൽ മണ്ണിൽ നിന്നുള്ള അല്പം ധാതുക്കൾ കാര്യങ്ങൾ ഒക്കെ അതിനകത്തും ഉണ്ടാകും. എന്നാൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ 100% H2O മാത്രമല്ല വാട്ടറാണ്
ഡിസ്റ്റിൽഡ് വാട്ടറാണ്. ഈ ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ കെമിക്കലായിട്ടാണ് ഉപയോഗിക്കുന്നത്. കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ ആകണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, അപ്പോൾ പോർട്ടബിൾ വാട്ടർ, ദ വാട്ടർ വിച്ച് ഈസ് സേഫ് ടു ഡ്രിങ്ക് ആൻഡ് നീഡ് നോട്ട് ബി പ്യുവർ ലൈക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ഈസ് കോൾഡ് പോർട്ടബിൾ വാട്ടർ. ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ അത്ര ശുദ്ധമാവണ ആവശ്യമില്ലാത്ത കുടിക്കാൻ സുരക്ഷിതമായ വെള്ളത്തിന് പറയുന്ന പേരാണ് പോർട്ടബിൾ വാട്ടർ. ഇങ്ങനെ നമ്മൾ വാട്ടർ പ്രോസസ് അല്ലെങ്കിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ആ സ്റ്റെപ്സിലൂടെ നമ്മൾ നിർമ്മിച്ചെടുത്ത വെള്ളം കുടിവെള്ള യോഗ്യമാണ്, പോർട്ടബിൾ വാട്ടർ ആണെങ്കിൽ അതിന് എന്തൊക്കെ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാകണം? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോർട്ടബിൾ വാട്ടർ. നമ്മൾ ഈ സ്റ്റെപ്പിലൂടെ അല്ലെങ്കിൽ ഒരു പുഴയിൽ നിന്നുള്ള വെള്ളത്തിന് കുടിവെള്ളമാക്കി ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ചെയ്തു കുടിവെള്ളമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനി കുടിക്കാൻ യോഗ്യമാണോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോർട്ടബിൾ വാട്ടർ. കുടിവെള്ളത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് ഓർഡർലെസ്. ഒന്നാമത്തെ കാര്യം, അത് ക്ലിയർ ആയിരിക്കണം. കണ്ടാൽ കുടിവെള്ളത്തിൻ്റെ ക്ലിയർ അതിനുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഓർഡർലെസ്, മണം ഉണ്ടാകാൻ പാടില്ല. വെള്ളം ക്ലിയർ ആവും. ഇപ്പോൾ നമുക്കറിയാം വെള്ളത്തിൽ H2S ഹൈഡ്രജൻ സൾഫൈഡ് വെള്ളത്തിലേക്ക് കലർത്തി കഴിഞ്ഞാൽ കാഴ്ചയ്ക്ക് വെള്ളം വളരെ ക്ലിയർ ആയിരിക്കും, പക്ഷേ വെള്ളത്തിന് വൃത്തികെട്ട സ്മെല്ലുണ്ടായിരിക്കും. അപ്പോൾ ക്ലിയർ ആയാൽ മാത്രം പോരാ, വെള്ളത്തിന് സ്മെല്ലൊന്നും ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ പോയിൻ്റാണ്, ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ എക്സെട്ര. ഈ വെള്ളത്തിനകത്ത് രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളൊന്നും ഉണ്ടാവാൻ പാടില്ല. ബാക്ടീരിയ, ഫംഗസ് പോലെയുള്ള ഒരു സൂക്ഷ്മജീവിയും അതിനകത്ത് ഉണ്ടാവരുത്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫിൽട്രേഷൻ കഴിഞ്ഞാൽ തന്നെ വെള്ളം പൂർണ്ണമായും ക്ലിയർ ആയിട്ടുണ്ടാവും. പക്ഷെ കുടിക്കാൻ യോഗ്യമാണ് എന്ന് ചോദിച്ചാൽ അല്ല, കാരണം അതിനകത്ത് രോഗകാരികളും ഉണ്ടാവാം. അവരെ നമ്മൾ സ്റ്റെറിലൈസേഷനിലൂടെ നശിപ്പിക്കുന്നത്. അപ്പം വെള്ളത്തിനകത്ത് രോഗകാരികളായിട്ടുള്ള ഒരു തരത്തിലുള്ള മൈക്രോ ഓർഗാനിസം ഉണ്ടാവാൻ പാടില്ല. മൂന്നാമത്താണ്, ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഡിസോൾവ്ഡ് ഗ്യാസസ് ലൈക്ക് H2S, CO2, NH3 എക്സെട്ര. ഈ വെള്ളത്തിനകത്ത് അലിഞ്ഞു ചേർന്ന രീതിയിൽ ഒരു തരത്തിലുള്ള ഗ്യാസുകളും അതിനകത്ത് ഉണ്ടാവരുത്. വെള്ളത്തിൽ ഗ്യാസിനെ ലയിപ്പിച്ച് നിർത്താം. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ കുടിക്കുന്ന സോഡ നമ്മൾ ഒരിക്കലും കുടിവെള്ളത്തിന് പകരമായിട്ട് ഉപയോഗിക്കാറില്ല. സോഡ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെള്ളത്തിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ ലയിപ്പിച്ച് നിർത്തിയതാണ്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്രഷർ കൊടുത്ത് വെള്ളത്തിലേക്ക് ആക്കി നിർത്തിയതാണ് സോഡ എന്ന് പറയുന്നത്. അതേപോലെ അമോണിയം വെള്ളത്തിൽ ലയിപ്പിക്കുക, H2S ലയിപ്പിക്കാം. കാഴ്ചയിൽ വെള്ളം പൂർണ്ണമായും ക്ലിയർ ആയിരിക്കും, പക്ഷേ വെള്ളത്തിനകത്ത് ഏതോ ഗ്യാസുകൾ ഡിസോൾവ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ കുടിവെള്ളത്തിന് ഉണ്ടാവാൻ പാടില്ല. നാലാമത്തതാണ്, ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ്. ഈ കുടിവെള്ളത്തിനകത്ത് വെള്ളത്തിൽ ഓടി നടക്കുന്ന രീതിയിലുള്ള സൂക്ഷ്മ കണങ്ങളായിട്ടുള്ള ഒരു തരത്തിലുള്ള അശുദ്ധ വസ്തുക്കളും ഉണ്ടാവരുത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിന് ചിലപ്പം ക്ലിയർ ആണോ എന്ന് വെച്ചാൽ ക്ലിയർ ആണ്, ചെറിയൊരു മങ്ങലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വെള്ളത്തിനകത്ത് സൂക്ഷ്മ കണങ്ങളായിട്ടുള്ള ചെളിയുടെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അശുദ്ധ വസ്തുക്കൾ ആ വെള്ളത്തിനകത്ത് ഓടി നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ കുടിവെള്ളത്തിനകത്ത് ഉണ്ടാവാൻ പാടില്ല. അടുത്തതാണ്, pH ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 6.5 to 8.5. കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ pH 6.5-യുടെയും 8.5-യുടെയും ഇടയിലായിരിക്കണം. എന്ന് വെച്ചാൽ എറൗണ്ട് 7 ആയിരിക്കണം. pH ഷുഡ് ബി എറൗണ്ട് 7. 7ൻ്റെ ചുറ്റുവട്ടത്തായിരിക്കണം അതിൻ്റെ pH ഉണ്ടാവുന്നത്. നമുക്കറിയാം ശുദ്ധമായ വെള്ളത്തിൻ്റെ pH 7 ആണ്. കുടിവെള്ളത്തിൻ്റെ pH എന്ന് പറഞ്ഞാൽ 7 ഒന്നും വേണ്ട. pH 6.5 മുതൽ 8.5 വരെയുള്ള വെള്ളത്തിന് നമ്മൾ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു ലെവലിൽ, ആ ഒരു pH റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന വെള്ളവും ആയിരിക്കണം. ഇതാണ് പോർട്ടബിൾ വാട്ടറിൻ്റെ സ്വഭാവ ഗുണങ്ങൾ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.